ഒടിയൻ ഉൾപ്പെടെ ഒരുപാട് സിനിമകൾക്ക് പശ്ചാത്തലമായ നാട്ടിലാണ് ഇന്ന് നമ്മളുള്ളത്. കൊടുവായൂർ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലെ ഒരു ചെറിയ ഗ്രാമമാണിത്. പുരാതന കാലം മുതൽ വ്യാപാര കേന്ദ്രമായിരുന്ന ഇവിടേക്ക് തഞ്ചാവൂർ, കുംഭകോണം തുടങ്ങിയ പ്രദേശങ്ങളിലെ ബ്രാഹ്മണർ വരൾച്ചയെ തുടർന്ന് കുടിയേറിയ സ്ഥലം. ഇവിടുത്തെ ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിന് 650 വർഷം പഴക്കമുണ്ട്. ധനുമാസത്തിലെ തിരുവാതിരയാണ് കൊടുവായൂർ രഥോത്സവം. കോഴിക്കോട് സാമൂതിരിയുടെ കീഴിലായിരുന്നു കൊടുവായൂരെന്ന് വില്യം ലോഗൻ മലബാർ മാനുവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയിൽപ്പെട്ടിരുന്നു. ഖസാക്കിന്റെ ഇതിഹാസകാരൻ OV വിജയൻ കൊടുവായൂർ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോലും. കൊടുക്കുക അല്ലെങ്കിൽ നൽകുക എന്നർത്ഥമാണ് കൊടു എന്ന വാക്കിന്. വായിർ അല്ലെങ്കിൽ വായിൽ എന്ന് തമിഴിലും വായൂർ എന്ന് മലയാളത്തിലും ചേർന്നു വരുന്ന സ്ഥലനാമങ്ങൾ തമിഴ്നാട്ടിലും കേരളത്തിലും ധാരാളമുണ്ട്. ഇത് ഭൂമിയെ സൂചിപ്പിക്കുന്നു. രണ്ടും ചേരുമ്പോൾ ദാനധർമ്മികളുടെ നാട് എന്ന അർത്ഥത്തിലേക്ക് പേരെത്തി നിൽക്കുന്നു. കൊടുവായൂരിനോട് തൊട്ടുള്ള കാക്കയൂരിലെ കോട്ടമല പണ്ട് സംസ്കാര കേന്ദ്രമായിരുന്നു. കോട്ടവായിൽ കൊടുവായിലൂരായി, പിന്നീടത് കൊടുവായൂരായി ലോപിച്ചതാണ് എന്നും ഒരു കഥയുണ്ട്. പണ്ടുകാലത്ത് കൊടുവായൂരിലേക്ക് മാഗ്മ എന്ന പേരിൽ അതിർത്തി ചുങ്കം പിടിച്ചിരുന്നു. ക്ഷേത്ര ചെലവിനും മറ്റുമാണ് ഈ പണം വിനിയോഗിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ അതിർത്തി ചുങ്കം നിർത്തലാക്കിയത്. കർണാട്ടിക് വീണ വിദ്വാനായ KS നാരായണസ്വാമി കൊടുവായൂർക്കാരനാണ്. കൊല്ലങ്കോടും പാലക്കാട് പട്ടണവും കുഴൽമന്ദവും തേങ്കുറിശ്ശിയും ഒക്കെ ഇവിടുന്ന് വളരെ അടുത്താണ്. അപ്പൊ നിങ്ങൾക്കറിയാവുന്ന കൊടുവായൂർ കഥകൾ കമന്റ് ചെയ്യണേ. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.